ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വള്ളസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ചേനപ്പടി പാളത്തേരുമായി കോട്ടയം ജില്ലയിലെ ചേനപ്പടി കരക്കാരും ആറന്മുളയിലെത്തി. ആറന്മുളയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. 1,00,000-ഓളം പേർ ഇത്തവണ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ എത്തിച്ചേരുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. സോപാനം കാറ്ററിംഗ് ഉടമ ഹരിചന്ദ്രനാണ് തുടർച്ചയായ 5-ാം വർഷവും ഭഗവാന്റെ പിറന്നാൾ സദ്യ തയ്യാറാക്കാൻ നിയോഗം ലഭിച്ചിട്ടുള്ളത്. വള്ളസദ്യകളിൽ വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും കൂടാതെ അമ്പലപ്പുഴ പാൽപ്പായസവും അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്കായി തയ്യാറാക്കും. വള്ളസദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചേനപ്പാടി കരക്കാരുടെ പാളത്തൈര്. സദ്യയിൽ ചേനപ്പാടി കേളൂച്ചാരുടെ പാളത്തൈര് കരക്കാർ പാടിച്ചോദിക്കുന്ന പ്രധാന വിഭവങ്ങളിലൊന്നാണ്. ചേനപ്പാടി കേളു എന്ന ഭക്തന്റെ കുടുംബത്തിലെ ഗോശാലയിൽ നിന്നും തീർത്ഥപാദാശ്രമത്തിലെ ഗോശാലയിൽ നിന്നും ഉള്ളതും വ്രതനിഷ്ഠയോടെ കരക്കാർ സമർപ്പിക്കുന്നതുമായ പാൽ ശേഖരിച്ച് തൈരാക്കിയതാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വള്ളത്തിലാണ് തൈരെത്തിച്ചിരുന്നതെന്ന് ചേനപ്പാടി കേളൂച്ചാരുടെ പിന്മുറക്കാർ പറയുന്നു. ചേനപ്പാടി അമ്പലത്തിൽ കൊണ്ടുവന്ന് ചെറിയ മഠത്തിൻ്റെ അവിടെ ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുവന്ന് നാലാ ദിക്കിൽ നിന്നുള്ള ജനങ്ങളുടെ തൈര് നാളും പേരും മേടിച്ച് പൂജയെ വെച്ചാണ് സമർപ്പിക്കാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇത് അഷ്ടമി രോഹിണിയുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാന്റെ അന്നദാനത്തിന് വേണ്ടിയാണ് ഈ തൈര് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഘോഷയാത്രയായി ആറന്മുളയിലെത്തിയ ചേനപ്പാടി കരക്കാരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും പള്ളിയോട സേവാ സംഘത്തിന്റെയും ക്ഷേത്രോപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട.